വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. മഴക്കാലത്ത് മൈഗ്രെയിൻ തലവേദനയെ നിയന്ത്രിക്കാൻ 9 വഴികൾ. അന്തരീക്ഷ മർദ്ദത്തിലും കാലാവസ്ഥയിലും ഉണ്ടാകുന്ന മാറ്റവും ഈർപ്പത്തിൽ ഉണ്ടാകുന്ന വർധനവും മൂലം മഴക്കാലത്ത് പലരിലും മൈഗ്രെയിൻ ലക്ഷണങ്ങൾ അധികമാകാറുണ്ട്. പരിസ്ഥിതികരമായ മാറ്റങ്ങൾ തലച്ചോറിലെ കെമിക്കലുകളുടെ അസന്തുലിതത്തിനും സെറോട്ടോണിൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ കയറ്റിയിറക്കത്തിനും കാരണമാകുന്നതാണ് ഇതിനു പിന്നിൽ. എന്നാൽ മഴക്കാലത്ത് ഈ തലവേദനകളെ നിയന്ത്രിക്കാൻ ഇനി പറയുന്ന ചില മാർഗങ്ങൾ സഹായിക്കും. ജലാംശം നിലനിർത്താം. ശരീരത്തിലെ നിർജ്ജലീകരണം മൈഗ്രെയിനെ ഉണർത്തിവിടുമെന്നതിനാൽ ആവശ്യത്തിന് ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ദിവസവും കുറഞ്ഞത് 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളമെങ്കിലും കുടിക്കണം. കെഫീൻ അടങ്ങിയ പാനീയങ്ങളും മധുരപാനീയങ്ങളും കൂടുതൽ നിർജ്ജലീകരണത്തിന് നയിക്കുമെന്നതിനാൽ അവ ഒഴിവാക്കണം. ഉറക്കം ക്രമീകരിക്കാം. ക്രമം തെറ്റിയ ഉറക്കവും മൈഗ്രെയിൻ തലവേദന ഉണ്ടാക്കും. രാത്രിയിൽ കുറഞ്ഞത് 7 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കണം. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നതും ഉറക്കത്തിന്റെ ക്രമം നിലനിർത്തും. സമ്മർദ്ദ നിയന്ത്രണം. സമ്മർദ്ദം നിയന്ത്രിച്ചു നിർത്തുന്നത് മൈഗ്രെയിൻ തീവ്രതയും ആവൃത്തിയും കുറയ്ക്കും. ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസം, ധ്യാനം, യോഗ പോലുള്ള സമ്മർദ്ദ ലഘൂകര മാർഗങ്ങൾ സ്വീകരിക്കുക. നിത്യവുമുള്ള വ്യായാമം സമ്മർദ്ദം കുറയ്ക്കും. കാലാവസ്ഥാ മാറ്റങ്ങൾക്കായി കരുതിയിരിക്കാം. അന്തരീക്ഷ മർദ്ദം, ഈർപ്പം പോലെയുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾ നിരീക്ഷിക്കേണ്ടതും അവയ്ക്കായി കരുതിയിരിക്കേണ്ടതും അത്യാവശ്യമാണ്. പെട്ടെന്നുള്ള കാലാവസ്ഥാ മാറ്റം ഉണ്ടാകുമ്പോൾ കഴിവതും വീടിനുള്ളിൽ ചെലവഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണത്തിലും ശ്രദ്ധ. ചിലതരം ഭക്ഷണങ്ങളും മൈഗ്രെയിൻ ട്രിഗറാക്കും. ഇത്തരം ഭക്ഷണങ്ങൾ കണ്ടെത്തി അവ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. സംസ്കരിച്ച ഭക്ഷണം, ചീസ്, ചോക്ലേറ്റ്, കെഫീൻ, മദ്യം എന്നിവ പലരിലും മൈഗ്രെയിനെ ഉണർത്തിവിടാറുണ്ട്. സന്തുലിത ഭക്ഷണം. ഭക്ഷണം കഴിക്കാതെ വിടുന്നതും അസന്തുലിതമായ ഭക്ഷണക്രമം പിന്തുടരുന്നതും മൈഗ്രെയിന് കാരണമാകാം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ആരോഗ്യകരമായ കൊഴുപ്പ്, ഫൈബർ എന്നിവയെല്ലാം അടങ്ങിയ സന്തുലിത ഭക്ഷണക്രമം പിന്തുടരേണ്ടതാണ്. ശരിയായ ശരീരഘടന. ശരീരത്തിന്റെ പോസ്ചർ ശരിയായി സൂക്ഷിക്കാതിരിക്കുന്നത് കഴുത്തിലും തോളിലുമെല്ലാം സമ്മർദ്ദമുണ്ട്. ഇത് മൈഗ്രെയിനിലേക്ക് നയിക്കാം. നല്ല പോസ്ചർ പേശികളുടെ സമ്മർദ്ദം ലഘൂകരിക്കും. നടുനിവർത്തി ശരിയായ രീതിയിൽ ഇരിക്കാനും നിൽക്കാനും ശീലിക്കുക. ആവശ്യ എണ്ണകൾ ഉപയോഗിക്കുക. പെപ്പർമിന്റ്, ലാവണ്ടർ പോലെയുള്ള ചില എണ്ണകൾ നമ്മെ ശാന്തമാക്കി മൈഗ്രെയിൻ വേദനകളെ കുറയ്ക്കാൻ സഹായിക്കാറുണ്ട്. ഇത്തരം എണ്ണകൾ നേർപ്പിച്ച് നെറ്റിയിലും കഴുത്തിലുമെല്ലാം ഇടാവുന്നതുമാണ്. സ്ക്രീൻ ടൈം കുറയ്ക്കാം. ദീർഘനേരം സ്ക്രീനിൽ നോക്കിയിരിക്കുന്നത് കണ്ണിന് സമ്മർദ്ദമുണ്ടാക്കി മൈഗ്രെയിൻ ഉണ്ടാക്കാം. സ്ക്രീൻ ടൈം കുറയ്ക്കാനും ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. സ്ക്രീനുകളിൽ UV ബ്ലൂ ഫിൽറ്റർ ഉപയോഗിക്കുന്നതും സഹായകമാകും. ഒരൽപ്പം ശ്രദ്ധിച്ചാൽ മൈഗ്രെയിൻ എന്ന രോഗത്തിൽ നിന്നും നമുക്ക് മുക്തി നേടാനാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.